ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മോപദേശ ശതകത്തിൻ്റെ 50-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഈ പ്രകൃതിയുമായി, ആ പ്രകൃതിയെ ഉരുവാക്കിയിരിക്കുന്ന, ഏതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്, അതിനെ സംശയത്തിനിട വരാത്ത രീതിയിൽ ഗുരു നമുക്ക് ഉപദേശിച്ചത് കണ്ടു. അതേപോലെ 51-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഈ ലോകത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രമാത്രം അറിവില്ലായ്മയിൽ അല്ലെങ്കിൽ മായയിൽ പെട്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഗുരു സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണത്തെക്കുറിച്ച് ഗുരു പറയുന്നത് ഇപ്രകാരമാണ്: അറിവിലിരുന്ന് ഒരഹന്ത ആദ്യമുണ്ടായി, വരും ഇതിനോടൊരിതിന്ത വാമയായും, വരുമിവ രണ്ട് ലഭങ്ങൾ പോലെ മായാമരം അഖിലം മറയെ പടർന്നിരുന്നു. അപ്പോൾ അറിവിലിരുന്ന് ഒരഹന്ത ആദ്യമുണ്ടായി വരികയാണ്. അറിവ് നമുക്ക് അറിയാം, സാധാരണ അറിവ്. പക്ഷേ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ ഏതിൽ നിന്നാണോ ഇത് ഉണ്ടായത്, അതിൻ്റെ ഒരു ചെറിയ രൂപമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത്. ഇത് പിണ്ഡാണ്ഡമെന്ന് പറയും, മറ്റേതിനെ നമ്മൾ ബ്രഹ്മാണ്ഡമെന്ന് പറയും. അപ്പോൾ അറിവിൽ നിന്ന് ആദ്യം ഒരു അഹന്ത, ഞാനെന്ന ഭാവം ഉണ്ടാകുകയാണ്. നമ്മളെല്ലാവരിലുണ്ട് ഞാൻ എന്ന ഭാവം. സത്യത്തിൽ ഈ ഞാൻ ആരാണെന്നുള്ള അന്വേഷണമാണ് ആയിരത്താണ്ടുകളായിട്ട് ഇവിടെ മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വഴിക്ക് ആധ്യാത്മികമായി അന്വേഷിക്കുന്നു, വേറൊരു വഴിക്ക് ഭൗതികമായിട്ട് അവൻ അന്വേഷിക്കുന്നു. ഭൗതികമായിട്ട് അവൻ അന്വേഷിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളുടെയൊക്കെ ഭൗതിക ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് തെളിയിച്ചുകൊണ്ട് അവൻ്റെ ബുദ്ധി ഒക്കെ സൂക്ഷ്മമാക്കി അവൻ പ്രകൃതിയെ പരമാവധി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു രീതിയാണ് സയൻസ്. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് പോയ ആ പ്രകൃതിയെക്കുറിച്ചും ഒരുപാട് പഠിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് സുനിത വില്യംസൊക്കെ. എത്രയോ കുറച്ച് ദിവസത്തേക്ക് പോയിട്ട് ഇപ്പോൾ അത് മാസങ്ങളായി. ഒരു തിരിച്ചു വരാനുള്ള ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പോൾ മനുഷ്യൻ നിർമ്മിച്ച, അവൻ്റെ ബുദ്ധിയിലുദിച്ച അനന്തതയിലേക്കുള്ള അവൻ്റെ പ്രയാണത്തിൻ്റെ ഭാഗമായിട്ട് അവൻ കണ്ടെത്തിയ ടെക്നിക്കുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എത്രയോ ദൂരെ, ഭൂമിയിൽ നിന്ന് എത്രയോ ദൂരെ പോയി നിന്നുകൊണ്ട് ഭൂമിയിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും എത്രയോ കോടികൾ ചെലവഴിച്ച് അവനിങ്ങനെ പലതും കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് പോയൊരു ഉപഗ്രഹവും അവിടെ നിൽക്കുന്നതും തമ്മിൽ അതിനെ കണക്റ്റ് ചെയ്യുക, ഇവിടെ ഇരുന്നുകൊണ്ട് കണക്റ്റ് ചെയ്യിപ്പിക്കുക, അതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സയൻസിൻ്റെ ഡെവലപ്മെൻറ്റ്. ശരിയാണ്. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ നമ്മുടെ മഹർഷിമാർ ഇവിടെ ഇരുന്നു കൊണ്ട് പലതും പ്രകൃതിയുടെ ഉള്ളറകളിലേക്ക് പോവുകയും പ്രകൃതിയെ നശിപ്പിക്കാതെ നമുക്കെങ്ങനെ സുഖമായിട്ട്, കാരണം ഭൗതികശാസ്ത്രം ആഗ്രഹിക്കുന്നതും സുഖമാണ്, അതിലൂടെ സുഖമായിട്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കാം. ആ ഭൗതിക സയൻസിൻ്റെ ലക്ഷ്യവും ഇവിടെ മഹർഷിമാരുടെ ലക്ഷ്യവും ഒന്ന് തന്നെയാണ്. രണ്ടും രണ്ട് തലങ്ങളിലൂടെ പോകുന്നു എന്ന് മാത്രം. എത്തിച്ചേരുന്നത് ഒരു സ്ഥലത്താണ്, അതായത് ആത്യന്തികമായിട്ടുള്ള സുഖം.
ദുഃഖം ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഗുരുവിൻ്റെ അല്ലെങ്കിൽ മഹർഷിമാരുടെ വഴി എന്ന് പറയുന്നത് അവർ ആന്തരികമായിട്ട് തിരിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ആന്തരികമാകാത്തത് കൊണ്ട് വരുന്ന പ്രശ്നമാണ് അഹങ്കാരം, ഞാനെന്ന ഭാവം. അതെന്ത് ചെയ്യുന്നു? നമ്മളെ മൊത്തം വലച്ചു കളയാണ്. അപ്പോൾ വലിയൊരു അഹന്ത ആദ്യം ഉണ്ടാകുന്നു. അതിനോട് ചേർന്ന് ഒരു ഇതെന്താ വരും. ഇതിനോട് ഒരു ഇതെന്താ, ഇത് എന്ന ഭാവം അതെന്താകുന്നു? ഒരു വാമയായും നമ്മുടെ ഒരു ഇടത് ഭാഗമാണ്, നമ്മുടെ സന്തത സഹചാരിയായിട്ട് ഇങ്ങനെ വരികയാണ്. വരും ഇവ രണ്ട് ലഭങ്ങൾ. രണ്ട് ലഭങ്ങൾ എന്ന് പറഞ്ഞാൽ വള്ളികളാണ്. രണ്ട് വള്ളികൾ രാത്രിയും പകലുമായിട്ട് ഇങ്ങനെ രണ്ട് ലഭങ്ങൾ വരുന്നു. നമ്മൾ ഉറങ്ങുന്ന ഒരവസ്ഥയിൽ നിന്ന് രണ്ട് ഇതിലേക്ക് നമ്മൾ വന്നു. നമ്മൾ സ്വപ്നവും ഒന്ന് ജാഗ്രതും. രണ്ട് വള്ളികളാണ്. ഈ രണ്ട് വള്ളികൾ എന്ത് ചെയ്യുന്നു? ലഭങ്ങൾ പോലെ മായാമരം അഖിലം മറയെ പടർന്നിരുന്നു. ഈ മായാമരത്തിൽ ഇത് മൊത്തം ചുറ്റിപ്പടർന്ന് കയറിപ്പോവാണ്, തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഈ സത്തയെ തിരിച്ചറിയാൻ പറ്റാതെ മായ ആകുന്ന രണ്ട് വള്ളികൾ ചുറ്റിപ്പടർന്ന് പോകുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ ഇത്രയും ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ മഹർഷിമാരും ഭൗതികമായിട്ടുള്ള എല്ലാ സുഖസൗകര്യങ്ങളും ന്യായമായ രീതിയിൽ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഈ തത്വത്തെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ഇന്ന് വന്നപ്പോൾ അങ്ങനെയല്ല. ഒന്നിനെ വിട്ടുകളഞ്ഞുകൊണ്ട് ഒന്ന് മാത്രം ശരിയെന്ന് പറയുന്ന ആ രീതി, അത് മായയാണ്. തീർച്ചയായിട്ടും അതൊന്ന് മാറ്റി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം.